നമ്മുടെ ഒരുമിച്ചുള്ള ചിന്തയ്ക്കായിട്ട് തിരഞ്ഞെടുത്തിരിക്കുന്ന വേദഭാഗം വിശുദ്ധ ലൂക്കോസ് എഴുതിയ സുവിശേഷം 12-ാം അധ്യായത്തിൻ്റെ 35 മുതൽ 37 വരെയുള്ള വാക്യങ്ങളാണ്. വിശുദ്ധ ലൂക്കോസ് എഴുതിയ സുവിശേഷം 12-ാം അധ്യായം 35 മുതൽ 37 വരെ. നിങ്ങളുടെ അര കെട്ടിയും വിളക്ക് കത്തിയും കൊണ്ടിരിക്കട്ടെ. യജമാനൻ കല്യാണത്തിന് പോയി വന്ന് മുട്ടിയാൽ ഉടനെ വാതിൽ തുറന്നു കൊടുക്കേണ്ടതിന് അവൻ എപ്പോൾ മടങ്ങി വരും എന്ന് കാത്തു നിൽക്കുന്ന ആളുകളോട് നിങ്ങൾ തുല്യരായിരിക്കും. യജമാനൻ വരുന്നേരം ഉണർന്നിരിക്കുന്നവരായി കാണുന്ന ദാസന്മാർ ഭാഗ്യവാന്മാർ. അവൻ അരകെട്ടി അവരെ ഭക്ഷണത്തിനിരുത്തുകയും വന്ന് അവർക്ക് ശുശ്രൂഷ ചെയ്യുകയും ചെയ്യും എന്ന് ഞാൻ സത്യമായി നിങ്ങളോട് പറയുന്നു. ഒരു വിശേഷാൽ ഭാഗ്യാവസ്ഥയെ പറ്റിയാണ് ഇവിടെ പറയുന്നത്. യജമാനൻ വരുന്നേരം ഉണർന്നിരിക്കുന്നവരായി കാണുന്ന ദാസന്മാർ ഭാഗ്യവാന്മാർ. മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ ആരാണ് അനുഗ്രഹീതർ എന്നുള്ള ചോദ്യത്തിൻ്റെ ഒരു ഉത്തരമാണ് ഇവിടെ കാണുന്നത്. വേദപുസ്തകത്തിൽ പല സ്ഥലത്തും ഭാഗ്യവാൻ ആരാണ് അല്ലെങ്കിൽ അനുഗ്രഹീതൻ ആരാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇവിടെ യേശു പറയുന്ന ഉപമയിൽ യജമാനൻ വരുന്ന സമയത്ത് ഉണർന്നിരിക്കുന്നതായി കാണുന്ന ദാസരാണ് ഭാഗ്യവാന്മാർ എന്ന് പറയുന്നത്. ഇന്ന് ലോകത്ത് ലൗകികമായ ധാരാളം സമ്പത്ത്, സൗകര്യങ്ങൾ, പേര്, പെരുമ, കുടുംബമഹിമ, കായബലം, വാക്സാമർഥ്യം, ഇതിലൊക്കെ അഭിരമിച്ച് അതിനെ ഭാഗ്യാവസ്ഥയായി കാണുന്ന ആളുകളാണ് പലപ്പോഴും ഞാനും നിങ്ങളും. എന്നാൽ വ്യത്യസ്തമായ ഒരു അനുഗ്രഹീതാവസ്ഥയെപ്പറ്റി ലൂക്കോസ് സുവിശേഷൻ നമ്മളെ പഠിപ്പിക്കുകയാണ് ചെയ്യുന്നത്. യജമാനൻ വരുന്ന സമയത്ത് ഉണർന്നിരിക്കുന്നതായി കാണുന്ന ദൈവമക്കളാണ് അനുഗ്രഹീതർ എന്ന്. എന്നാൽ ഈ അനുഗ്രഹീത അവസ്ഥ വെറുതെ ലഭിക്കുന്ന ഒന്നല്ല. ഒരേ സമയം ഈ ബോധ്യം നമ്മളെ വിനയമുള്ളവരാക്കുന്നു. കാരണം ഈ അനുഗ്രഹീത അവസ്ഥയിലേക്ക് എന്നെയും നിങ്ങളെ എല്ലാവരെയും പ്രിയപ്പെട്ട ശമ്മാശനെയും ദൈവം തിരഞ്ഞെടുത്തു എന്നുള്ളത് നമ്മളെ വിനയമുള്ളവരാക്കുന്നു. എന്നാൽ അതോടൊപ്പം തന്നെ അത് നമ്മളെ ഉത്തരവാദിത്വമുള്ളവരും ആക്കുന്നു. എന്തുത്തരവാദിത്വമാണ് ഈ അനുഗ്രഹീതാവസ്ഥയിൽ പട്ടത്തസ്ഥാനികൾക്ക് വിശേഷാലും നമുക്കെല്ലാവർക്കും അടങ്ങിയിരിക്കുന്നതെന്ന് നമുക്ക് ഒരുമിച്ച് ഒന്ന് ചിന്തിക്കാം. ലോകപ്രകാരമുള്ള അനുഗ്രഹീതാവസ്ഥ വളരെ നല്ലതാണ്, അത് നമുക്ക് സന്തോഷം നൽകുന്നു. എന്നാൽ ശുശ്രൂഷ സ്ഥാനത്തിരിക്കുന്നവരെ സംബന്ധിച്ചോളം ലോകപ്രകാരമുള്ള ഭാഗ്യവാനാണ്, ഭാഗ്യവതിയാണ് എന്നൊക്കെയുള്ള വിശേഷണങ്ങൾ പലപ്പോഴും അപകടകരമാകുവാൻ സാധ്യതയുണ്ട്. ഇവിടെ ആദ്യമായിട്ട് പറയുന്നു, സേവനത്തിനായി വിശേഷ വസ്ത്രം ധരിക്കുന്നവരാണ് അനുഗ്രഹീതർ എന്ന്. ഇവിടെ പറയുന്നു, നിങ്ങളുടെ അര കെട്ടി ഇരിക്കണം എന്ന്, നിങ്ങൾ അര കെട്ടിയവരായിരിപ്പീൻ എന്ന്. ഇന്ന് ശമ്മാശൻ വിശേഷ വസ്ത്രങ്ങൾ ധരിപ്പിക്കപ്പെടുകയാണ് ചെയ്യുന്നത്. നമുക്കറിയാം, സൈനികരും സ്കൂൾ വിദ്യാർത്ഥികളും പട്ടത്തസ്ഥാനികളും ഒക്കെ വിശേഷ വസ്ത്രം ധരിക്കുന്നവരാണ്. നമ്മുടെ ആദ്യത്തെ ഓർഡിനേഷനായ അല്ലെ നമ്മളെല്ലാവരെയും ദൈവത്തിൻ്റെ രാജകീയ പുരോഹിത വർഗത്തിലേക്ക് വിളിക്കുന്ന ശുശ്രൂഷയായ മാമോദിസ ക്രമത്തിൽ നാം നാശമില്ലാത്ത വസ്ത്രം ധരിപ്പിക്കപ്പെടുന്നവരാകുന്നു എന്ന് എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഓരോ ശുശ്രൂഷയ്ക്കും ഓരോ വസ്ത്രങ്ങൾക്കും ഓരോ പ്രാധാന്യമുണ്ട്. വിശുദ്ധ കുർബാന അർപ്പിക്കുന്നതിന് മുമ്പുള്ള തുയാബ ഒരുക്ക ശുശ്രൂഷയുടെ 2-ാം ഭാഗത്ത് പട്ടക്കാർ കാപ്പയുടെ ഓരോ വസ്ത്രഭാഗങ്ങളും പ്രാർത്ഥനയോടുകൂടിയാണ് ധരിക്കുന്നത്. അത് ധൃതി വെച്ച് ധരിക്കുന്ന ഒരു കാര്യമല്ല. പലപ്പോഴും കശീശ പട്ടങ്ങളുടെ ശുശ്രൂഷയിൽ ഒന്നിലധികം ആളുകളുണ്ടെങ്കിൽ തിരശ്ശീല ഇട്ടതിന് ശേഷം വളരെ ധൃതി വെച്ച് എല്ലാവർക്കും വീട്ടിൽ പോകണമല്ലോ എന്നുള്ള രീതിയിൽ ഇതൊക്കെ ധരിപ്പിക്കുന്നതായിട്ട് കാണാറുണ്ട്. ആ സമയത്ത് പലപ്പോഴും പുസ്തകത്തിൽ നിന്നുള്ള പ്രാർത്ഥനകൾ പ്രാർത്ഥിക്കാറുമില്ല, വളരെ ധൃതിയാണ്. ഇങ്ങനെ ധൃതിയുടെ ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത്. ഈ ധൃതി നമ്മളെ അപകടത്തിലേക്ക് കൊണ്ടുപോവുകയും വിശേഷ വസ്ത്രത്തിൻ്റെ പ്രാധാന്യം വിസ്മരിക്കുവാൻ ഒരു പരിധിവരെ കാരണമായി തീരുകയും ചെയ്യുന്നു. പ്രാർത്ഥനയോടെ വിശേഷ വസ്ത്രം ഇവിടെ ധരിക്കുകയാണ് പ്രിയപ്പെട്ട അച്ഛൻ. അപ്പോൾ എപ്പോഴും അരകെട്ടിയിരിക്കുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം സേവനത്തിനായി വിശേഷ വസ്ത്രം ധരിക്കുന്ന ഒരാളാണ് ഒരു കശീശ എന്നുള്ളതാണ്. അധികാരം ഇല്ല എന്ന് ഞാൻ പറയുന്നില്ല, അധികാരമുണ്ട്, വസ്ത്രത്തിൽ അധികാരം അടങ്ങിയിരിക്കുന്നു. എന്നാൽ അതിനപ്പുറമായി ഇത് സേവനത്തിൻ്റെ വസ്ത്രമാണെന്നുള്ള ബോധ്യം എപ്പോഴും ഉണ്ടാകണം. കഴിഞ്ഞ ദിവസം ഒരു ചെറിയ പുസ്തകം വായിച്ചു. അതിനകത്ത് യശശരീരനായ റവറൻ P.I. ജേക്കബ് മണ്ഡപത്തിൽ അച്ഛനെ പറ്റി പറയുന്നു. അച്ഛനെ പറ്റി ഒരു അനുസ്മരണ നമ്മുടെ സഭയിലെ വളരെ പ്രഗത്ഭനായിരുന്ന സറാംപൂർ കോളേജിൻ്റെ പ്രിൻസിപ്പളായിരുന്ന ഡോക്ടർ C.E. ഏബ്രഹാം അച്ഛൻ എഴുതിയിട്ടുണ്ട്. C. ഏബ്രഹാം അച്ഛൻ പറയുകയാണ്, ബോർഡിങ്ങിലെ ഞങ്ങൾ ഉള്ള ഒരു അനുഭവത്തെ പറ്റി പറയുകയാണ്. അദ്ദേഹം പറഞ്ഞു, ഒരിക്കൽ അവിടെ മണ്ഡപത്തിൽ അച്ഛനെ പ്രസംഗിക്കാൻ വിളിച്ചു. ആ സമയത്ത് ശമ്മാശനായിരിക്കുകയാണ് മണ്ഡപത്തിൽ അച്ഛൻ എന്ന്.
ബോർഡിംഗ് സ്കൂളിൽ വന്ന വിദ്യാർത്ഥികളോട് സംസാരിക്കാൻ അദ്ദേഹത്തോട് ആവശ്യപ്പെട്ടു. അച്ഛൻ തൻ്റെ കയ്യിലിരുന്ന ഒരു തുണിസഞ്ചി തുറന്നിട്ട് അച്ഛൻ ധരിച്ചിരുന്ന ഒരു കമ്മീസ് വിരിച്ച് എല്ലാവരെയും കാണിച്ചു. എന്നിട്ട് പറഞ്ഞു, ഞാനിന്ന് ഈ മധ്യ തിരുവിതാംകൂറിലെ സാധു ജനങ്ങളുടെ മിഷണറി ആയിട്ട് പ്രവർത്തിക്കാനായിട്ട് പോവുകയാണ്. ഈ വൈദിക പദവി കുരിശ് വഹിക്കുന്നതിന് തുല്യമാണ് എന്നുള്ളത് അറിയാൻ വേണ്ടിയാണ് കുരിശാകൃതിയിലുള്ള കമ്മീസ് അച്ഛൻ എല്ലാവരെയും എടുത്ത് കാണിച്ചതെന്ന് C. എബ്രഹാം അച്ഛൻ രേഖപ്പെടുത്തിയിരിക്കുന്നു. മധ്യ തിരുവിതാംകൂറിലെ സാധു ജാതികളുടെ ഇടയിൽ പ്രവർത്തിച്ച മണ്ഡപത്തിൽ അച്ഛൻ ദിവസം പ്രതി സന്തോഷത്തോടെ ഈ ക്രൂശ് വഹിച്ചു. ബഹുമതിയുടെ വസ്ത്രം എല്ലാവർക്കും ഇഷ്ടമാണ്. ബഹുമതിയുടെ വസ്ത്രം ധരിച്ചിരിക്കുന്ന തങ്ങളുടെ മകനെ കാണുമ്പോൾ മാതാപിതാക്കൾക്കും ഇടവാംഗങ്ങൾക്കും പ്രിയപ്പെട്ട അച്ഛന് തന്നെ ഒരു ആത്മാഭിമാനവും ഒക്കെ ഉണ്ടാകും. അത് നല്ലതാണ്. എന്നാൽ അതിനപ്പുറമായി തിരുവചനം പറയുന്നത് ഇത് ഒരു സേവനത്തിൻ്റെ വസ്ത്രമാണ്. അങ്ങനെ ആ വസ്ത്രം നിതാന്തമായി ഗൗരവത്തോടുകൂടി ധരിക്കുന്നവനാണ് അനുഗ്രഹീതൻ എന്നാണ് പറയുന്നത്. യേശു കർത്താവ് വിശുദ്ധ കുർബാന സ്ഥാപിക്കുന്ന സമയത്ത് ചെയ്ത ശുശ്രൂഷ യോഹന്നാൻ എഴുതിയ സുവിശേഷം 13-ാം അധ്യായം 4-ാം വാക്യം മുതൽ അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അവൻ അത്താഴത്തിൽ നിന്ന് എഴുന്നേറ്റ് വസ്ത്രം ഊരി വെച്ചു. എന്നിട്ട് ഒരു തുവർത്തെടുത്ത് അരയിൽ ചുറ്റി ഒരു പാത്രത്തിൽ വെള്ളവും എടുത്തു. ശിഷ്യരുടെ കാലുകൾ കഴുകുവാനും അരയിൽ ചുറ്റിയിരുന്ന തുണി കണ്ട തുവർത്തുവാനും തുടങ്ങിയെന്നാണ്. സഭയുടെ അടയാളം എന്താണെന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും ഈ ഭാഗങ്ങളൊക്കെ വായിക്കുമ്പോൾ തോന്നാറുണ്ട് ഇത് ഒരു പാത്രത്തിലെ വെള്ളവും അരയിൽ ചുറ്റിയിരിക്കുന്ന തുണിയുമാണ് സഭയുടെ അടയാളം എന്ന്. വലിയ പള്ളികളും വലിയ കെട്ടിടങ്ങളും വലിയ സ്ഥാപനങ്ങളും ഒക്കെ നമുക്കുണ്ട്. എന്നാൽ ഈ കയ്യിലുള്ള ആണിപ്പഴുത്, കാലിലുള്ള ആണിപ്പഴുതുകൾ, വിലാവിലുള്ള കുന്തത്തിൻ്റെ പാടുകൾ, തൂവാല, പാത്രത്തിലെ വെള്ളം, ഇവയൊക്കെയാണ് നമ്മുടെ വസ്ത്രങ്ങളെന്ന് ശുശ്രൂഷാസ്ഥാനികൾ എപ്പോഴും തിരിച്ചറിയണം. ആടയാഭരണങ്ങളും ഭംഗിയും നമുക്കിഷ്ടമാണ്. ശുശ്രൂഷയ്ക്കായി നമ്മൾ വിശേഷ വസ്ത്രം ധരിക്കുന്നത് ഇഷ്ടമാണ്. സങ്കീർത്തനം 132 നിന്ന് കാപ്പ ധരിക്കുമ്പോൾ അച്ഛന്മാർ ഇപ്രകാരം വായിക്കുന്നു, നിന്റെ ആചാര്യന്മാർ നീതിയും നിന്റെ നീതിമാന്മാർ മഹത്വവും ധരിക്കും എന്ന്. നീണ്ട കുപ്പായം ധരിക്കുന്നവരായിരുന്നു യഹൂദന്മാർ. അതവരുടെ അവകാശമായിരുന്നു. എന്നാൽ അതോ അവരോടൊക്കെ യേശു പറയുന്നുണ്ട്, ജാതികളിൽ അധിപതികളായവർ അവരിൽ കർത്തൃത്വം നടത്തുന്നാൽ നിങ്ങളിൽ അങ്ങനെ ആവരുത് എന്ന്. നിങ്ങളുടെ ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കണം, എന്നാൽ ഭരിക്കാൻ വേണ്ടി മാത്രമാവരുത്, സേവനത്തിനാവണം എന്നാണ് ഇവിടെ പറയുന്നത്. അരകെട്ടിയിരിക്കുക എന്ന് പറയുമ്പോൾ എഫെസ്യ ലേഖനത്തിൽ പൗലോസ് അപ്പോസ്തലൻ കുറെ കൂടെ ഗൗരവമായി ഇത് കണ്ട വിശ്വാസിയുടെ എന്തായിരിക്കണം വിശ്വാസിയുടെ ആഭരണങ്ങളെന്ന് വിശദമായി പറയുന്നുണ്ട്. നിങ്ങൾ ദൈവത്തിൻ്റെ സർവായുധ വർഗം ധരിച്ചുകൊള്ളുവീൻ. അരയ്ക്ക് സത്യം കെട്ടണം എന്നാണ് പറയുന്നത്. ഒരു കാരണവശാലും ഈ സത്യം എന്ന് പറയുന്ന അരക്കെട്ട് ഒരു ശുശ്രൂഷ സ്ഥാനി ഊരിക്കളയുവാനായിട്ട് പാടില്ല. അത് നിരന്തരം കെട്ടിക്കൊള്ളണം. നീതി എന്ന കവചം ധരിക്കണം. സമാധാന സുവിശേഷത്തിനായുള്ള ഒരുക്കം, കാലിന് ചെരുപ്പാക്കണം. എല്ലാറ്റിനും മീതെ ദുഷ്ടൻ്റെ തീയമ്പുകളെയൊക്കെയും കെടുക്കുന്ന വിശ്വാസം എന്ന പരിചി എടുത്തുകൊണ്ട് നിൽപ്പീൻ എന്നാണ് പറയുന്നത്. പലപ്പോഴും ഈ തുടർച്ചയായ മീറ്റിങ്ങുകൾ നമ്മളെയൊക്കെ വിമർശിക്കുന്ന ആളുകളുണ്ട്, പ്രോത്സാഹിപ്പിക്കുന്ന ആളുകളുണ്ട്. തിരക്കുള്ള ജീവിതമാണ്. എന്നാൽ ക്ഷമയോടുകൂടി ഇതിനെയൊക്കെ നേരിടുവാനായിട്ട്, എപ്പോഴും അരകെട്ടിയിരിക്കുവാനായിട്ട് പലപ്പോഴും വലിയ പ്രതിസന്ധികൾ നമുക്കുണ്ടാവാറുണ്ട്. എന്നാൽ അതിനെ അതിജീവിച്ച് അരകെട്ടിയിരിക്കുവാനായി കർത്താവ് നമ്മളോട് ആവശ്യപ്പെടുക. അങ്ങനെയുള്ളവർക്ക് ലഭിക്കുന്ന അനുഭവമാണ് അനുഗ്രഹീതാവസ്ഥ എന്ന് പറയുന്നു. രണ്ടാമതിലൂടെ പറയുന്നു, നിങ്ങളുടെ വിളക്ക് കത്തിക്കൊണ്ടിരിക്കട്ടെ. അല്ലെങ്കിൽ മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ ഒരു ശുശ്രൂഷകൻ നിതാന്ത ജാഗ്രതയുള്ളവനായിരിക്കണം എന്നാണ് അതിൻ്റെ അർത്ഥം. ഇവിടെ പറയുന്നു, നിങ്ങളുടെ വിളക്ക് കത്തിക്കൊണ്ടിരിക്കട്ടെ എന്ന്. വിളക്ക് അണയാതെ സൂക്ഷിക്കുക എന്ന് പറയുന്നത് പ്രയത്നം ആവശ്യമുള്ള ഒരു കാര്യമാണ്. പുതിയ നിയമത്തിലും പഴയ നിയമത്തിലും ഒക്കെ ആവർത്തിക്കപ്പെടുന്ന ഒരു പദമാണ് വിളക്ക്, വെളിച്ചം എന്നിവ. ഒരു വിളക്കിന് നിരന്തരമായ സംരക്ഷണം ആവശ്യമാണ്. ഒരു പട്ടക്കാരൻ്റെ ശുശ്രൂഷയും അതുപോലെയാണ്. സംരക്ഷണം ആവശ്യമുള്ള ഒന്നാണ് വിളക്ക്. നമ്മുടെ വീടുകളിലൊക്കെ പണ്ട് കാലത്ത് വിളക്കുകൾ ഉണ്ടായിരുന്നു. അപ്പോൾ എണ്ണയിൽ മുക്കിയ തിരി അല്ല എന്നുണ്ടെങ്കിൽ അത് കരിന്തിരി എരിയുക എന്ന് പറയും. കരിന്തിരി എരിഞ്ഞ് അവിടെയെല്ലാം പുകയാകും. ഹിന്ദു ഭവനങ്ങളിലൊക്കെ വിളക്ക് വൃത്തിയാക്കുന്ന ഒരു സംസ്കാരം തന്നെ അവർക്കുണ്ട്. വിളക്കുകളും ആ പാത്രങ്ങളും എല്ലാം വൃത്തിയായി കഴുകി അവിടെ കൊണ്ട് നിരത്തി പൂജാമുറിയിൽ വെക്കുന്ന ഒരു ശീലം അവിടെയുണ്ട്. തിരി എണ്ണയിൽ മുക്കി തിരി നിർമ്മിക്കുന്ന ഒരു ശീലമുണ്ട്. ഏതായാലും പറയാനായിട്ട് ശ്രമിച്ചത്, ഒരു ശുശ്രൂഷ നിരന്തരം പരിചരണം ആവശ്യമുള്ള ഒരെണ്ണമാണ്. അല്ലെങ്കിൽ ഇത് കരിന്തിരി എരിഞ്ഞു പോകും. നിങ്ങൾ വെളിച്ചമാണെന്ന് യേശു നമ്മളെ പഠിപ്പിച്ചു. ആരാധന ആരംഭിക്കുന്നത് തന്നെ വെളിവ് നിറഞ്ഞ രക്ഷകനെയും ശോഭ നിറഞ്ഞ ആലയത്തിൽ വസിക്കുന്ന കർത്താവിനെയും ഓർത്തുകൊണ്ടാണ്. അതുകൊണ്ട് വളരെ അലേർട്ടായിരിക്കേണ്ട ഒരു ശുശ്രൂഷയാണ് ഒരു പട്ടക്കാരൻ്റെ ശുശ്രൂഷ. നിതാന്ത ജാഗ്രത ഉണ്ടാവണം. പ്രാർത്ഥനയിൽ ഉണർന്നിരിക്കണം. ഇടവാങ്ങൾ ക്ഷീണിതരാകുമ്പോൾ അവരെ ഉണർത്തുവാനായിട്ട് കഴിയണം. അപ്പോൾ അവരെല്ലാം കുറ്റം പറഞ്ഞ് നമുക്ക് രക്ഷപ്പെടാനൊന്നും പറ്റുകയില്ല. എനിക്ക് തന്നിരിക്കുന്ന ആ പള്ളി മോശമാണ് എന്ന് ഒരുത്തരും ആരും പറയാൻ പാടില്ല. നമുക്ക് നൽകപ്പെട്ടിരിക്കുന്ന പള്ളിയാണ് ഏറ്റവും നല്ല പള്ളി എന്ന് എപ്പോഴും ഓർക്കണം.
അങ്ങനെ കുറ്റം പറഞ്ഞ് രക്ഷപ്പെടുവാനല്ല. ദയയും സഹാനുഭൂതിയും അനുകമ്പയും ഉള്ളവരായിരിക്കണം, അതിലും ഉയർന്നിരിക്കുന്നവരായിരിക്കണം. ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യേണ്ട സമയത്ത് ചെയ്യുന്നവരായിരിക്കും. അതാണ് നിതാന്ത ജാഗ്രത. അതുകൊണ്ട് നിങ്ങളുടെ വിളക്ക് കത്തിക്കൊണ്ടേയിരിക്കട്ടെ എന്നാണ് ഇവിടെ പറയുന്നത്. യേശു കർത്താവ് ശബത്തിൽ സൗഖ്യമാക്കിയതായിട്ട് നമുക്കറിയാം. അത് ആർക്കും ഇഷ്ടപ്പെട്ടില്ല. എങ്കിലും ഇന്ന് തന്നെ ഇവനെ വിമോചിപ്പിക്കേണ്ടത് ആവശ്യമാണ്. അതുകൊണ്ടാണ് യേശു അന്ന് തന്നെ അത് ചെയ്തത് എന്ന്. ഇപ്പം വിളക്ക് മങ്ങാൻ നമ്മൾ അനുവദിക്കാൻ പാടില്ല. അത് വളരെ പ്രധാനമാണ്. തിരുവചനമാകുന്ന എണ്ണ നമ്മുടെ വിളക്കിലേക്ക് പകർന്നുകൊണ്ടേയിരിക്കണം. ഒരിക്കൽ സിയോറ ആശ്രമത്തിൽ ഒരു ശവസംസ്കാര ശുശ്രൂഷയിൽ പങ്കെടുക്കുവാൻ പോയി. എന്നാൽ ഇവിടെ നാരങ്ങാനത്ത് സ്വദേശിയായ MM എബ്രഹാം അച്ഛൻ്റെ ശവസംസ്കാര ശുശ്രൂഷയായിരുന്നു. അച്ഛൻ വെല്ലൂർ വെച്ച് മരിച്ചുപോയി. അച്ഛൻ്റെ ഭൗതിക ശരീരം സിയോറയിൽ കൊണ്ടുവന്ന് അടക്കി. അവിടുത്തെ നാട്ടുകാർ അച്ഛനെ വിളിക്കുന്നത് ചട്ബട്ട് ബാബുജി എന്നായിരുന്നു. എന്ന് പറഞ്ഞാൽ എപ്പോഴും ഓടി നടക്കുന്ന ബാബുജി. വെള്ള വസ്ത്രം ധരിച്ചുകൊണ്ട് ഓടി നടക്കുകയാണ്. അദ്ദേഹം കുറേ സ്കൂളുകൾക്ക് സ്ഥാപിക്കുവാനായിട്ട് നേതൃത്വം നൽകി. ആ സ്കൂളുകൾക്കൊക്കെ ഗ്രാമജ്യോതി സ്കൂളുകൾ എന്നാണ് പേരിട്ടത്. അതൊരു വെളിച്ചമായിരുന്നു എന്ന്. നിതാന്ത ജാഗ്രതയോടുകൂടി ഓടി നടന്ന ഒരച്ഛനാണ്. നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും ഈ ഒരു വിശ്രമിക്കുവാനായും പദവികൾ ലഭിക്കുമ്പോൾ അഭിരമിക്കുവാനുള്ള പരീക്ഷണം എനിക്കും ഉണ്ടാവാറുണ്ട്. എന്നാൽ അതിനപ്പുറമായി അങ്ങനെ ഒരിടത്ത് നിന്ന് കെട്ടിയിട്ട വെള്ളം പോലെയും തുരുമ്പ് പിടിച്ചിരിക്കുന്ന ഇരുമ്പ് പോലെയും യാതൊരു ഊർജവുമില്ലാത്ത മനസ്സുപോലെയും ഇരിഞ്ഞടങ്ങുവാനായിട്ടല്ല നമ്മളെ വിളിച്ചിരിക്കുന്നത്. നിരന്തരം കത്തിക്കൊണ്ടിരിക്കുവാനെന്നുള്ള ബോധ്യം എപ്പോഴും ശുശ്രൂഷകർക്ക് ഉണ്ടാകണം. അതിനായിട്ടാണ് ഏവൻഗേലിയോൻ ലോകത്തിൻ്റെ വെളിച്ചമായി നമുക്ക് നൽകിയത്. യേശു പറയുന്നു, നിങ്ങളുടെ വിളക്ക് കത്തിച്ച് പറയിൻ കീഴ് വെക്കരുത്, മറിച്ച് തണ്ടിന്മേലത്രേ വെക്കേണ്ടത് എന്ന്. ഇടവയിൽ ഓരോരുത്തർക്കും ഓരോ വിളക്ക് നൽകിയിട്ടുണ്ട്. ചിലപ്പോൾ അവരൊക്കെ അഗാധങ്ങളിൽ എവിടെയോ ഞാനും നിങ്ങളുടെ വിളക്കുകൾ മറന്നിട്ടുണ്ടാവാം. പറയിൻ്റെ കീഴിലെ ദീപം പോലെ അതിനെ ഇന്ന് നമ്മൾ കണ്ടെത്തണം. അതാണ് ഒരു പട്ടക്കാരൻ്റെ ജോലി. എന്നിട്ട് അതിനെ ദീപപീഠത്തിൽ പ്രതിഷ്ഠിക്കണം. അതാണ് പൗലോസ് അപ്പോസ്തലൻ തീമോഥെയോസിനോട് പറയുന്നത്, നിന്നിലുള്ള കൃപാവരം ജ്വലിപ്പിക്കണം എന്ന്. ഇസ്രായേൽ ഒരു വിളക്കാകണമെന്ന് പ്രവാചകന്മാർ ആഗ്രഹിച്ചു, പക്ഷെ പരാജയപ്പെട്ടു. അപ്പോൾ ഒളി മങ്ങിപ്പോയി. അപ്പോഴാണ് അവരെ വിമർശിച്ചത് പ്രവാചകന്മാരെല്ലാവരും. നിങ്ങൾ ഈ ദൈവത്തിങ്കിലേക്ക്, നിങ്ങളൊരു ദൈവജനമാണ്, ലോകത്തിന് വെളിച്ചമാണെന്നുള്ള ബോധ്യത്തിലേക്ക് തിരികെ വരണം എന്ന് അവരോട് ആവശ്യപ്പെടുകയാണ് ചെയ്യുന്നത്. എല്ലാവറ്റിനും നമുക്കൊരു ഊഴം ലഭിക്കും, അത് നമുക്ക് സത്യമാണ്. എന്നാൽ അനന്തമായി നീളുന്ന ഒരു ഊഴവുമില്ല. ഓരോ പട്ടക്കാരനും അതെപ്പോഴും ഓർക്കേണ്ടത് കാര്യമാണ്. ചില സമയങ്ങൾ നമുക്ക് ലഭിക്കാറുണ്ട്, അത് തക്കത്തിൽ ഉപയോഗിക്കണം. ശ്രദ്ധയുള്ളവരായി, ജാഗ്രതയുള്ളവരായി, കരുതലുള്ളവരായി. വിളക്ക് തീർന്നിരിക്കുന്നവരോട് ഓടിച്ചെന്ന് എണ്ണ വാങ്ങുവാൻ സമയമില്ലാത്ത ചില ഊഴങ്ങൾ ഉണ്ടാവും എന്നുള്ള ബോധ്യം ഉണ്ടാവണം. കാറ്റിൽ അലയാതെ നമ്മുടെ നാളങ്ങൾ സംരക്ഷിക്കണം. ആ കാറ്റ് വർദ്ധിക്കുന്നതിന് മുമ്പ് ഇടവകയിൽ അങ്ങനെ അണഞ്ഞു പോകുന്നവരെ സംരക്ഷിക്കുവാൻ, ഉറക്കത്തിൽ നിന്ന് ഉണരുവാൻ നമുക്ക് താല്പര്യം ഉണ്ടാവണം. യേശുവിൻ്റെ പരിഭവം അത് തന്നെയാണ്. നിങ്ങൾക്ക് എൻ്റെ കൂടെ ഒന്ന് ഉണർന്നിരിക്കുവാനായിട്ട് കഴിയുന്നില്ലയോ? വീണ്ടും വീണ്ടും യേശു ചോദിക്കുകയാണ്, നിങ്ങൾക്ക് അല്പനേരം ഒന്ന് ഉണർന്നിരിപ്പാൻ കഴിയുന്നില്ലല്ലോ എന്ന്. ഇങ്ങനെ ഉത്സാഹത്തോടുകൂടി ഓടണമെങ്കിൽ ചില നുഖങ്ങൾക്ക് നമ്മൾ കീഴ്പ്പെടണം. സ്വാതന്ത്ര്യത്തിൻ്റെ ഒരു തുണ്ട് നമ്മുടെ എല്ലാവരുടെയും നെഞ്ചിൽ എല്ലാ ശുശ്രൂഷകർക്കും ഉണ്ട്, അത് കൊണ്ട് നടക്കണം. എന്നാൽ എപ്പോഴും സ്വന്തം സ്വാതന്ത്ര്യത്തിൽ ജീവിക്കാൻ ഒരു പട്ടക്കാരന് അവകാശമുണ്ട് എന്ന് കരുതരുത്. സ്വന്തം സ്വാതന്ത്ര്യത്തിൽ ജീവിക്കുവാൻ അവകാശമുണ്ട് എന്ന് ചിന്തിക്കുന്ന ആ ചിന്തയ്ക്ക് വിലങ്ങിടുന്നതിനാണ് എന്നെ അനുഗമിക്കുക എന്ന് പറയുന്നത്. എന്നെ അനുഗമിക്കുക എന്ന് പറഞ്ഞാൽ സ്വന്തം ഇഷ്ടത്തിൽ ചലിക്കുവാൻ ഇനിയും എനിക്ക് അവകാശമില്ല എന്നുള്ള നിർണയം ജീവിതത്തിൽ സ്വീകരിക്കുന്നതിനാണ്. അതുകൊണ്ട് യേശുവും തന്നെ പറയുന്നുണ്ട്, എൻ്റെ പിതാവിനുള്ളതിൽ ഞാൻ ഇരിക്കേണ്ടതല്ലയോ എന്ന്. ലോകത്ത് പലയിടത്ത് പോകാം എനിക്ക്, എങ്കിലും എൻ്റെ പിതാവിനുള്ളിൽ ഇരിക്കേണ്ടതല്ലയോ എന്ന്. ഇന്ന് അനേക ആളുകൾ നമ്മുടെ ഇടവുകളിലൊക്കെ ഭയവിഹ്വലരായിട്ടാണ് ജീവിക്കുന്നത്. മാനസികമായ സമ്മർദ്ദം, കുടുംബജീവിതത്തിലെ പ്രശ്നങ്ങൾ, കുഞ്ഞുങ്ങളെക്കുറിച്ചുള്ള ആകുല ചിന്ത, ഇങ്ങനെ ധാരാളം ആകുല ചിന്തയിലാണ്. പണവും ഒക്കെ ഉള്ളവർ പോലും പലപ്പോഴും ആത്മഹത്യയിലേക്ക് നീങ്ങുന്ന ഒരു ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത്. ഒരു പട്ടക്കാരനെ സംബന്ധിച്ചിടത്തോളം ഈ വിളക്കുകൾ അണയാതെ സൂക്ഷിക്കേണ്ട ഭാരിച്ച ഉത്തരവാദിത്തമാണ് ഇന്ന് കാലത്തുള്ളത്. ഭൗതികമായ ധാരാളം ചിന്തകൾ നമ്മൾ പഠിക്കുകയും ചർച്ച ചെയ്യുകയും ചെയ്യുന്നു. രാഷ്ട്രീയമായ ധാരാളം ചിന്തകൾ നമുക്കുണ്ട്. കാറുകളുടെ ഭംഗിയെപ്പറ്റി ചർച്ച ചെയ്യുവാൻ നമുക്കറിയാം. അതോടൊപ്പം തന്നെ അടുത്ത തിരഞ്ഞെടുപ്പിൽ ആരൊക്കെ ഉണ്ടാകും എന്നുള്ളതിനെ പറ്റിയുമൊക്കെ നമുക്കറിയാം. ഇതെല്ലാം നല്ലതാണ്. എന്നാൽ പലപ്പോഴും വീർപ്പ് മുട്ടുന്ന ധാരാളം ആളുകൾ ഇടവകയിലുണ്ട്. ആത്മഹത്യയുടെ വക്കിൽ നിൽക്കുന്നവരുണ്ട്. ഇതൊക്കെ കരിന്തിരി അണയുന്ന ചില ജീവിതങ്ങളാണ്. അതിനെയൊക്കെ ഒന്ന് പ്രോജ്വലിപ്പിക്കുവാനായിട്ടുള്ള ശുശ്രൂഷ ഒരു പട്ടക്കാരനുണ്ട് എന്ന് മറന്നു പോകരുത്. ഇവിടെ ഈ ഭാഗത്ത് ഈ ഭാഗ്യാവസ്ഥയെ പറ്റിയുള്ള വിവരണം തുടരുകയാണ്. ഇവിടെ വീണ്ടും കർത്താവ് പറയുകയാണ്, യജമാനൻ വരുന്നേരം ഉണർന്നിരിക്കുന്ന ദാസന്മാർ ഭാഗ്യവാന്മാർ, അവൻ അരകെട്ടി അവരെ ഭക്ഷണത്തിനിരുത്തുകയും അവർക്ക് വന്ന് ശുശ്രൂഷ ചെയ്യുകയും ചെയ്യും എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു എന്ന്.
നിത്യമായ ഒരു പ്രതിഫലത്തെ പറ്റിയാണ് ഇവിടെ വീണ്ടും പറയുന്നത്. യജമാനൻ ഒരു ദാസനെ ഉണർന്നിരിക്കുന്നതായി കണ്ടു കഴിഞ്ഞപ്പോൾ യജമാനൻ എന്ത് ചെയ്തു? യജമാനൻ ദാസനോട് പറഞ്ഞു, നീ അവിടെ ഇരിക്കുക, ഞാൻ നിനക്ക് ശുശ്രൂഷ ചെയ്യാം എന്നുള്ളതൊരു. അതുകൊണ്ട് നമ്മുടെ ലോക ജീവിതത്തിലെ കഷ്ടപ്പാട്, അധ്വാനങ്ങൾക്ക് നിത്യമായ ഒരു പ്രതിഫലമാണ് നമുക്ക് ലഭിക്കുന്നത്. നമുക്ക് വേണ്ടി ശുശ്രൂഷ ചെയ്യുന്ന ഒരു യജമാനനെ ഇവിടെ നമുക്ക് കാണാം. പുരാതന പശ്ചിമേഷ്യയിൽ അധികാരക്രമം അനുസരിച്ചായിരുന്നു പദവികളെല്ലാം വിഭജിക്കപ്പെട്ടിരുന്നത്. അടിമ, ഉടമ, റോമൻ പട്ടാളക്കാർ, സാധാരണക്കാർ, ഉദ്യോഗസ്ഥർ, ഗ്രാമവാസികൾ, യജമാനന്മാർ, ഇങ്ങനെയൊക്കെയുള്ള ധാരാളം വിഭജനങ്ങൾ ഉണ്ടായിരുന്നു. ഇപ്രകാരമുള്ള സാംസ്കാരിക പദവികളുടെ വിചാരണ ഇവിടെ യേശു നടത്തുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെയുള്ള ഹെറാർക്കി, ശ്രേണീബദ്ധമായ കാര്യങ്ങളെ യേശു വിചാരണ ചെയ്യുകയാണ്. എന്നിട്ട് യേശു പറയുന്നു, നിങ്ങൾ ഉണർന്നിരിക്കുകയാണെങ്കിൽ നിങ്ങൾ ഭാഗ്യവാന്മാർ, കാരണം അവൻ അരകെട്ടി അവരെ ഭക്ഷണത്തിനിരുത്തുകയും വന്ന് അവർക്ക് ശുശ്രൂഷ ചെയ്യുകയും ചെയ്യും എന്ന്. ഈ നമ്മുടെ ഭാഗ്യാവസ്ഥയുടെ പരിസമാപ്തിയാണ് നമുക്കൊരു വലിയ പ്രതിഫലം ലഭിക്കുന്നു എന്നുള്ളത്. ആവർത്തന പുസ്തകം വായിക്കുമ്പോൾ ഏറ്റവും ശ്രേഷ്ഠ പ്രവാചകനായ മോശയുടെ കഹനീത്ത അല്ലെങ്കിൽ ശുശ്രൂഷ നടത്തിയ ദൈവമാണ് എന്ന് നമുക്ക് കാണുവാൻ കഴിയും. ഇവിടെ തള്ളിക്കളഞ്ഞവർ, ഒന്നിനും കൊള്ളാത്തവർ ഒരു ആദരണീയ അതിഥികളായി മാറുകയാണ് ചെയ്യുന്നത്. നമ്മളെ സ്വീകരിക്കുവാൻ ദൈവം ആതിഥേയനായി മാറുന്നു. ഇതുതന്നെയാണ് മാളികമുറിയിലും നടന്നത്. അപ്പം വിളമ്പുക മാത്രമല്ല ചെയ്തത്, യേശു അപ്പമായി മാറി. അപ്പം മുറിച്ചു എന്ന് മാത്രമല്ല, മുറിക്കപ്പെട്ടു എന്നുള്ളതാണ്. തുവാലയും പാത്രത്തിലെ വെള്ളവും അവിടെ അടയാളമായി മാറി. പദവി എന്ന് പറയുന്നത് യജമാനന്റെ പദവിയാണ്, അത് വളരെ പ്രധാനമാണ്. എന്നാൽ നമ്മൾ ആരെ ശുശ്രൂഷിക്കുന്നു അവരുടെ അന്തസ്സാണ് പ്രധാനം എന്നുള്ളത് എപ്പോഴും ശുശ്രൂഷകർ ഓർക്കണം. ഡിഗ്നിറ്റിയാണ് പ്രധാനം, സ്റ്റേറ്റസ് മാത്രമല്ല എന്ന് ഓർക്കണം. അങ്ങനെ ദൈവജനവും നമ്മുടെ ശുശ്രൂഷയിൽ അഭിഷക്തരാകുകയാണ്. പോപ്പ് ഫ്രാൻസിസ് ഇപ്രകാരം പറഞ്ഞിട്ടുണ്ട്, അഭിഷേക തൈലം അരികുകളിലേക്ക് ഒഴുകുന്നതിനെ പറ്റി നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. സങ്കീർത്തനം 133. അഭിഷേക തൈലം അരികുകളിലേക്കും ദരിദ്രർക്കും ജയിൽ പുള്ളികൾക്കും രോഗികൾക്കും ഒറ്റപ്പെട്ടവർക്കും ആരുമില്ലാത്തവർക്കും വേണ്ടി ഒഴുകുമ്പോഴാണ് യഥാർത്ഥ അഭിഷേകം ഇവിടെ പൂർത്തിയാകുന്നത് എന്ന് വീണ്ടും പുരോഹിതരോട് പറയുന്നു. നിങ്ങളുടെ വചനഘോഷണം കേൾക്കുമ്പോൾ കേൾക്കുന്നവർ പ്രത്യാശ നിർഭരരാകുകയാണെങ്കിൽ അവർ അഭിഷക്തരാകുന്നു എന്ന്. അതെപ്പോഴും ഓർക്കണം. നമുക്ക് മേനി നടിക്കുവാനായിട്ടോ താരതമ്യം ചെയ്യുവാനായിട്ടോ അഹന്തയ്ക്കോ നിരാശപ്പെടുവാനോ അവകാശവാദങ്ങൾ ഉന്നയിക്കുവാനോ സ്വയപുകഴ്ചയ്ക്ക് വേണ്ടി അല്ല ശുശ്രൂഷ സ്ഥാനം. മറിച്ച് ഇത് അഭിഷേക തൈലം താടിയിൽ നിന്ന് ഇരുവശത്തേക്ക് ഒഴുകുന്നത് പോലെ സാധാരണക്കാരിലേക്ക് അഭിഷേകത്തിൻ്റെ അഗ്നി ഒഴുകുമ്പോഴാണ് ഇത് ഒരു ശുശ്രൂഷയായി മാറുന്നത്. അന്നേരം അവർ പറയാണ്, ഞങ്ങൾ പ്രയോജനമില്ലാത്ത ദാസന്മാർ, ഞങ്ങൾ പറഞ്ഞത് മാത്രമേ ചെയ്തിട്ടുള്ളൂ. അത് വേറൊരു ഭാഗം. അപ്പം അതുകൊണ്ട് നമുക്ക് കൃപ ലഭിച്ചു, അതുകൊണ്ട് നാം പ്രസംഗിക്കുന്നു എന്ന് ഓർക്കണം. സെമിനാരി പഠിച്ചതുകൊണ്ട് മാത്രമല്ല, കൃപ ലഭിച്ചത് കൊണ്ടാണ് പ്രസംഗിക്കുന്നത്. മറ്റുള്ളവർക്ക് വിളമ്പി കൊടുക്കുന്നത് എന്തുകൊണ്ടാണ്? എന്നെ അവൻ നേരത്തെ പോഷിപ്പിച്ചത് കൊണ്ടാണ് വിളമ്പി കൊടുക്കുന്നത്. എൻ്റെ സ്വന്തമായിട്ട് ഞാനൊന്നും വിളമ്പി കൊടുക്കുന്നില്ല. കർത്താവ് വിളമ്പി തന്നത് മാത്രമാണ് പങ്കിടുന്നതെന്ന് ഒരു ശുശ്രൂഷകൻ ഓർമ്മ ഉണ്ടാകണം. ആരാണ് ഭാഗ്യവാൻ എന്നുള്ളതിനെ പറ്റിയുള്ള ചർച്ചയാണ് നമ്മളിപ്പോൾ നടത്തിയത്. സേവനത്തിനായി വസ്ത്രം ധരിക്കുന്നവൻ അനുഗ്രഹീതനായി പ്രഖ്യാപിക്കപ്പെടുന്നു. നിതാന്ത ജാഗ്രതയുള്ളവൻ അനുഗ്രഹീതനായി പ്രഖ്യാപിക്കപ്പെടുന്നു. നിത്യമായ പ്രതിഫലം ലഭിക്കുന്നവൻ അനുഗ്രഹീതനായി പ്രഖ്യാപിക്കപ്പെടുന്നു. ഈ ശമ്മാസിനെയും ദൈവം തമ്പുരാൻ അനുഗ്രഹീതനായി പ്രഖ്യാപിക്കട്ടെ. എന്നെയും ഇവിടെ കേൾക്കുന്ന എല്ലാവരെയും അനുഗ്രഹീതരായി പ്രഖ്യാപിക്കട്ടെ. ഈ ശുശ്രൂഷയുടനീളം ശമ്മാസിനെ ഓർത്ത് നമുക്ക് തുടർന്നും പ്രാർത്ഥിക്കാം. ഈ ഭാഗ്യാവസ്ഥ അവൻ അനുഭവിക്കുവാൻ നമുക്കെല്ലാവർക്കും ഇടയാകട്ടെ. ദൈവം തമ്പുരാൻ അതിന് നമ്മെ എല്ലാവരെയും സഹായിക്കട്ടെ. താങ്ക് യു.